All of you, good morning. Welcome to our accountancy class. In the previous class, we discussed about accounting principles. They are matching principles, full disclosure principle, verifiable objective, and last one, historical cost. Matching principles means ഒരു ബിസിനസിൻ്റെ എക്സ്പെൻസസും അതുപോലെ ആ വർഷത്തെ ഇൻകംസും തമ്മിൽ മാച്ച് ചെയ്യണം. അതായിരുന്നു മാച്ചിങ് പ്രിൻസിപ്പിൾസ്. ദെൻ സെക്കൻഡ് വൺ നമ്മൾ പഠിച്ചത് ഫുൾ ഡിസ്ക്ലോഷർ. ഫുൾ ഡിസ്ക്ലോഷർ മീൻസ് എന്തായിരുന്നു? ഫുൾ ഡിസ്ക്ലോഷർ ടു സപ്ലൈഡ് വിത്ത് റെലവൻറ്റ് ഇൻഫോർമേഷൻ. റെലവൻ്റ് ആയിട്ടുള്ള എല്ലാ ഇൻഫോർമേഷനും പബ്ലിഷ് ചെയ്യണം. അതായിരുന്നു ഫുൾ ഡിസ്ക്ലോഷർ. ദെൻ തേർഡ് വൺ വെരിഫയബിൾ ഒബ്ജക്റ്റീവ്സ്. വെരിഫയബിൾ ഒബ്ജക്റ്റീവിന് പറയുന്ന മറ്റൊരു പേരായിരുന്നു ഒബ്ജക്റ്റീവ് എവിഡൻസ് കൺസെപ്റ്റ്, വിച്ച് മീൻസ് ദർ മസ്റ്റ് ബി ആൻ എവിഡൻസ് ഫോർ പർച്ചേസ് സെയിൽ. അല്ലേ? എന്താണ്? ഒരു സാധനം വാങ്ങുകയോ വിൽക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ബില്ലോ വൗച്ചേഴ്സോ ഒക്കെ ഉണ്ടായിരിക്കുന്നതാണ് പറയുന്നത് ഒബ്ജക്റ്റീവ് എവിഡൻസ് കൺസെപ്റ്റ്. ലാസ്റ്റ് വൺ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ദെൻ എന്തായിരുന്നു ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് പ്രിൻസിപ്പിൾ പ്രകാരം ഒരു സാധനത്തിൻ്റെ കോസ്റ്റ് പ്രൈസ്, അതായത് പർച്ചേസ് പ്രൈസ് എത്രയാണോ അതാണ് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുക. ഇനിയിപ്പോൾ മാർക്കറ്റ് വാല്യൂ കൂടുതലാണെങ്കിൽ കൂടിയിട്ട് ബുക്സ് ഓഫ് അക്കൗണ്ടിൽ രേഖപ്പെടുത്തുന്നത് പർച്ചേസ് പ്രൈസ് എത്രയാണോ ആ കോസ്റ്റാണ് രേഖപ്പെടുത്തുക. ഇത്രയായിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇൻ ദിസ് ക്ലാസ് we are going to discuss about another accounting principles. They are first one revenue realization, second one materiality, third one consistency, fourth one conservatism or prudence, last one timeliness. ഇത്രയും പ്രിൻസിപ്പിളാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ റവന്യൂ റിയലൈസേഷൻ. റവന്യൂ റിയലൈസേഷൻ മീൻസ് ദിസ് കൺസെപ്റ്റ് ഡീൽ വിത്ത് ദ പോയിന്റ് ഓഫ് ടൈം അറ്റ് വിച്ച് ദ റവന്യൂ ഈസ് ഏൺഡ്. അതായത് എന്നാണോ റവന്യൂ ഏൺ ചെയ്തിട്ടുള്ളത് അത് ആ വർഷം തന്നെ റെക്കോർഡ് ചെയ്യുന്നത് റവന്യൂ റിയലൈസേഷൻ കൺസെപ്റ്റ് പ്രകാരമാണ്. For example, if interest of April 2018 received in March 2018, it will be treated in the financial year 2018 to 19. അതായത് 2018 to 19 ഫിനാൻഷ്യൽ ഇയറിലെ ഇൻട്രസ്റ്റ് 2018 മാർച്ചിൽ വാങ്ങിയിട്ടുണ്ടെങ്കിൽ ആ 2018 മാർച്ചിൽ വാങ്ങിയിട്ടുള്ള ഇൻട്രസ്റ്റ് അത് ഏത് വർഷത്തെയാണ്? അടുത്ത വർഷത്തെയാണ്. അതായത് 2018 to 19 ഫിനാൻഷ്യൽ ഇയറിലേതാണ്. അത് 2018 to 19 ഫിനാൻഷ്യൽ ഇയറിൽ കാണിക്കുന്നത് റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ പ്രകാരമാണ്. നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ് പഠിച്ചപ്പോൾ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് പഠിച്ചിട്ടുണ്ട്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇങ്ങനെ ഒരു അഡ്വാൻസിൻ്റെ കേസ് നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. ആ അഡ്വാൻസ് നമ്മൾ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? ഏത് വർഷമാണോ അഡ്വാൻസ് വാങ്ങിയിട്ടുള്ളത് ആ അഡ്വാൻസിൻ്റെ എമൗണ്ട് ആ വർഷത്തെ ഇൻകത്തിൽ നിന്നും മൈനസ് ചെയ്തിട്ടാണ് നമ്മൾ കാണിക്കുക അല്ലേ. കാരണം എന്താണ്? അത് ആ വർഷത്തെ ആണോ? അല്ല, അത് ഏത് വർഷത്തെയാണ്? തൊട്ടടുത്ത ഫിനാൻഷ്യൽ ഇയറിലെയാണ്. അതുകൊണ്ടാണ് അത് മൈനസ് ചെയ്ത് കാണിക്കുന്നത്. ഇനി ഇത് ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ് ഇങ്ങനെ മൈനസ് ചെയ്ത് കാണിക്കുന്നത്? റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ പ്രകാരമാണ് ഇൻകം മൈനസ് ചെയ്ത് കാണിക്കുന്നത്. അതായത് ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്ന് പറയുന്ന ഇൻകം മൈനസ് ചെയ്ത് കാണിക്കുന്നത് റവന്യൂ റിയലൈസേഷൻ പ്രിൻസിപ്പിൾ പ്രകാരമാണ്. വൺ മെറ്റീരിയാലിറ്റി. ദെൻ എന്താണ് മെറ്റീരിയാലിറ്റി? ദിസ് പ്രിൻസിപ്പിൾ സ്റ്റേറ്റ് ദാറ്റ് ഇമ്പോർട്ടൻസ് ഷുഡ് ബി അറ്റാച്ച്ഡ് ഓൺലി ടു മെറ്റീരിയൽ ഫാക്ട്, ഇഗ്നോറിംഗ് ഇൻസിഗ്നിഫിക്കൻറ്റ് ഡീറ്റെയിൽസ്. ഇൻസിഗ്നിഫിക്കൻ്റ് ഡീറ്റെയിൽസ് ഒഴിവാക്കിയിട്ട് മെറ്റീരിയൽ ഫാക്റ്റുകൾ കാണിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് മെറ്റീരിയാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ബിസിനസ്സിൻ്റെ ഡെപ്റ്റർ
ബിസിനസ്സിലേക്കൊരു 15,000 രൂപ 50 പൈസ തരാനുണ്ട്. അങ്ങനെയാണെങ്കിൽ ബിസിനസ്സിൻ്റെ ടോപ്പ് മാനേജ്മെൻറ്റ് എഴുതി കൊടുക്കുന്ന ബില്ല് 15,000 രൂപ 50 പൈസ എന്നുള്ളതായിരിക്കും. ഇനി അത് നമ്മൾ ബിസിനസ്സിൻ്റെ അക്കൗണ്ടിലേക്ക് രേഖപ്പെടുത്തുന്ന സമയത്ത് 15,000 രൂപ 50 പൈസ എന്നുള്ളതിനെ റൗണ്ട് ചെയ്ത് നിയറസ്റ്റ് 10ലേക്ക് അല്ലെങ്കിൽ നിയറസ്റ്റ് 100ലേക്ക് റൗണ്ട് ചെയ്തിട്ടാണ് കാണിക്കുക. അതിനെ പറയുന്ന പേരാണ് മെറ്റീരിയാലിറ്റി. അതായത് ഇൻസിഗ്നിഫിക്കൻ്റ് ഡീറ്റെയിൽസ് ഒഴിവാക്കുക. ഈ 50 പൈസയൊക്കെ എഴുതി കഴിഞ്ഞാൽ അക്കൗണ്ട് ടാലി ചെയ്യുന്ന സമയത്ത് അത് മിസ്റ്റേക്കുകൾ വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അതുകൊണ്ട് മെറ്റീരിയൽ ഫാക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇൻസിഗ്നിഫിക്കൻ്റ് ഡീറ്റെയിൽസ് ഒഴിവാക്കുക എന്നുള്ളതാണ് മെറ്റീരിയാലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അനദർ എക്സാമ്പിൾ, സ്റ്റേഷനറി പർച്ചേസ്ഡ് ബൈ ദ ഓർഗനൈസേഷൻ ദോ നോട്ട് യൂസ്ഡ് ഫുള്ളി ഇൻ ദി അക്കൗണ്ടിങ് ഇയർ, പർച്ചേസ് സ്റ്റിൽ ഷോൺ ആസ് ആൻ എക്സ്പെൻസ് ഓഫ് ദാറ്റ് ഇയർ ബിക്കോസ് ഓഫ് ദ മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ്. അതായത് ബിസിനസ് ഈ വർഷം കുറച്ച് കൂടുതലായിട്ട് സ്റ്റേഷനറി വാങ്ങിയിട്ടുണ്ട്. ഈ സ്റ്റേഷനറി വാങ്ങിയതിന് നമ്മൾ എന്തായിട്ടാണ് കണക്കാക്കുക? ബിസിനസ്സിൻ്റെ എക്സ്പെൻസ് ആയിട്ടാണ് കണക്കാക്കുക. ഇനി ഈ വർഷം കൂടുതലായിട്ടുള്ള സ്റ്റേഷനറി വാങ്ങിയത് ഈ വർഷം കംപ്ലീറ്റ് യൂസ് ചെയ്യുന്നില്ല, ബാലൻസ് അടുത്ത വർഷമാണ് യൂസ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അത് നമുക്ക് വേണമെങ്കിൽ അസറ്റാണെന്ന് പറയാം അല്ലേ? ഇത് സ്റ്റേഷനറി ബാലൻസ് വന്നിട്ടുള്ള സ്റ്റേഷനറിയാണ്. അത് നമുക്ക് എന്താണ് സ്വാഭാവികമായിട്ടും ബിസിനസ്സിൻ്റെ അസറ്റാണെന്ന് പറയാം. പക്ഷെ ആ സ്റ്റേഷനറിയെ അസറ്റായിട്ട് ട്രീറ്റ് ചെയ്യാത്തത് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് പ്രകാരമാണ്. അതൊരിക്കലും അസറ്റായിട്ട് കാണിക്കാത്തതിന് കാരണം മെറ്റീരിയാലിറ്റി പ്രിൻസിപ്പിളാണ്. ബിക്കോസ് ഓഫ് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് ദ സ്റ്റേഷനറി വിൽ ട്രീറ്റഡ് ആസ് ആൻ എക്സ്പെൻസ്. സ്റ്റേഷനറിനെ എക്സ്പെൻസ് ആയിട്ട് ട്രീറ്റ് ചെയ്തത് മെറ്റീരിയാലിറ്റി കൺസെപ്റ്റ് പ്രകാരമാണ്. നെക്സ്റ്റ് പ്രിൻസിപ്പിൾ, കൺസിസ്റ്റൻസി. കൺസിസ്റ്റൻസി മീൻസ് the accounting practices should remain the same from one year to another. അതായത് ബിസിനസ് എല്ലാ വർഷവും സെയിം മെത്തേഡ് ഫോളോ ചെയ്യണം. അതായത് ഈ വർഷം ഏത് മെത്തേഡാണോ ഫോളോ ചെയ്തത് നെക്സ്റ്റ് ഇയറിലും സെയിം മെത്തേഡ് തന്നെ ഫോളോ ചെയ്യണം എന്നുള്ളതാണ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എ ബിസിനസ് follow written down value method, WDV, written down value method, for valuation of depreciation in 2018. The company should follow the same in 2019 also. ഡിപ്രീസിയേഷൻ മെത്തേഡുകളൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? വാട്ട് ആർ ദ മെത്തേഡ്സ് ഓഫ് ഡിപ്രീസിയേഷൻ? നമ്മൾ 2 മെത്തേഡുകൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ സ്ട്രൈറ്റ് ലൈൻ മെത്തേഡ്, സെക്കൻഡ് വൺ റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ്. അതാണ് WDV. ഇനി ബിസിനസ് ഈ വർഷം റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് ഫോളോ ചെയ്യുന്നതെങ്കിൽ, എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് 2018 റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡാണ് ഫോളോ ചെയ്തിട്ടുള്ളതെങ്കിൽ തൊട്ടടുത്ത വർഷം, ഏത് വർഷം? 2019 ഫോളോ ചെയ്യുന്ന മെത്തേഡ് ഏത് തന്നെ ആയിരിക്കണം? റിട്ടൺ ഡൗൺ വാല്യൂ മെത്തേഡ് തന്നെ ആയിരിക്കണം. അത് ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ്? കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ പ്രകാരമാണ്. കൺസിസ്റ്റൻസി മീൻസ് സ്ഥിരത. ഈ വർഷം ഫോളോ ചെയ്യുന്ന മെത്തേഡ് തന്നെ അടുത്ത വർഷം ഫോളോ ചെയ്യണം. അതാണ് കൺസിസ്റ്റൻസി പ്രിൻസിപ്പിൾ. ഇനി ഇങ്ങനെ സെയിം മെത്തേഡ് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ബിസിനസ്സിൻ്റെ പ്രോഫിറ്റും അതുപോലെ ലോസ് ആണോ എന്നുള്ളതൊക്കെ കമ്പയർ ചെയ്യണമെങ്കിൽ ബിസിനസ്സിന് സാധ്യമാവുള്ളൂ. അതുകൊണ്ടാണ് എല്ലാ വർഷവും സെയിം മെത്തേഡ് ഫോളോ ചെയ്യണമെന്ന് പറയുന്നത്. ബിസിനസ്സിന് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എന്നൊക്കെ കമ്പയർ ചെയ്യണമെങ്കിൽ, അത് കമ്പാരിസൺ കറക്റ്റ് ആവണമെങ്കിൽ മെത്തേഡുകൾ സെയിം ആയിരിക്കണം. നെക്സ്റ്റ് വൺ, കൺസർവേറ്റിസം, അല്ലെങ്കിൽ അതിനെ പറയുന്ന മറ്റൊരു പേരാണ് പ്രുഡൻസ്. This principle states that anticipated profits are not to be considered but only possible losses
while recording business transactions. കൺസർവേറ്റിസം പ്രിൻസിപ്പിൾ പ്രകാരം പറയുന്നത് ഒരു ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് പ്രോഫിറ്റ് മാത്രം കൺസിഡർ ചെയ്യരുത്, പകരം എന്തും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം. ബിസിനസ്സിന് ഉണ്ടാകാവുന്ന ലോസും കൂടെ കൺസിഡർ ചെയ്തിട്ട് വേണം ബിസിനസ് ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യേണ്ടത്. അതാണ് കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ്. ദിസ് ഈസ് ദ പോളിസി ഓഫ് പ്ലേയിങ് സേഫ്. എന്താണ് പറയുന്ന പേരാണ് പ്ലേയിങ് സേഫ്. എക്സാമിന് സ്ഥിരം ചോദിക്കാറുള്ളതാണ് പ്ലേയിങ് സേഫ് എന്ന് പറയുന്നത് ഏത് പ്രിൻസിപ്പിളാണ്. അതുപോലെ ഈ പറഞ്ഞിട്ടുള്ള എക്സാമ്പിളുകൾ നമ്മളിനി താഴെ പറയുന്ന എക്സാമ്പിളുകൾ വെച്ചിട്ട് എക്സാമിന് സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളതാണ്. ഫസ്റ്റ് വൺ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റ് ക്രെഡിറ്റഡ് ഇൻ ആൻറ്റിസിപ്പേഷൻ ഓഫ് ആക്ച്വൽ ബാഡ് ഡെപ്റ്റ്. ഇനി പ്രൊവിഷൻ ഫോർ ബാഡ് ഡെപ്റ്റിന് ക്രിയേറ്റ് ചെയ്യുന്നത് ആക്ച്വൽ ബാഡ് ഡെപ്റ്റിൻ്റെ മുകളിൽ. അത് ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ്? കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ് പ്രകാരമാണ്. അതുപോലെ പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സ്. പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷനും ഡിസ്കൗണ്ട് ഓൺ ഡെപ്റ്റേഴ്സും, ഡിസ്കൗണ്ട് ഡെപ്റ്റേഴ്സിൻ്റെ മുകളിൽ ഡിസ്കൗണ്ട് കണക്കാക്കുന്നതും പ്രൊവിഷൻ ഫോർ ടാക്സ് ആക്ഷൻ കണക്കാക്കുന്നതൊക്കെ ഏത് പ്രിൻസിപ്പിൾ പ്രകാരമാണ്? കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ് പ്രകാരമാണ്. ദെൻ നെക്സ്റ്റ്, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഈസ് വാല്യൂഡ് അറ്റ് ലോവർ ഓഫ് ഇറ്റ്സ് കോസ്റ്റ് ആൻഡ് മാർക്കറ്റ് വാല്യൂ. ഇനി സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് കോസ്റ്റ് പ്രൈസ് ഓർ മാർക്കറ്റ് പ്രൈസ്, വിച്ച് എവർ ഈസ് ലോവർ. കോസ്റ്റ് പ്രൈസ് ആണോ മാർക്കറ്റ് പ്രൈസ് ആണോ, ഏതാണോ കുറവ് അത് പ്രകാരം റെക്കോർഡ് ചെയ്യുന്നത് കൺസർവേറ്റിസം ഓർ പ്രൂഡൻസ് എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ പ്രകാരമാണ്. എക്സാമിന് സ്ഥിരം കോട്ട് ചെയ്ത് ചോദിക്കാറുള്ള എക്സാമ്പിളുകളാണ് ഈ പറഞ്ഞിട്ടുള്ളത്. അത് നോട്ട് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് വൺ, ടൈംലിനെസ്. ടൈംലിനെസ് മീൻസ് accounting information should be provided end users on time to take timely and rational decision making. അതായത് ശരിയായ സമയത്ത് കറക്റ്റായിട്ടുള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ് ടൈംലിനെസ് പ്രിൻസിപ്പിൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അക്കൗണ്ടിങ് ഇൻഫോർമേഷൻസ് എല്ലാം കറക്റ്റ് ടൈമിങ്ങിൽ എൻഡ് യൂസേഴ്സിന് എത്തിച്ചു കൊടുക്കണം. ഇനി ആരൊക്കെയാണ് എൻഡ് യൂസേഴ്സ്? യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ് ആരൊക്കെയാണ്? ബാങ്കേഴ്സ്, ഡെപ്റ്റേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ഓണേഴ്സ് എക്സെട്ര ആർ ദ എൻഡ് യൂസേഴ്സ് ഓഫ് അക്കൗണ്ടിങ്. Some companies have started supplying quarterly, half-yearly or yearly report to its debtors, creditors, etc. ഇനി ചില കമ്പനികൾ എന്താണ് ഹാഫ് ഇയർലി ആയിട്ടാവാം, അല്ലെങ്കിൽ ക്വാർട്ടർലി, അല്ലെങ്കിൽ ഇയർലി ആയിട്ടായിരിക്കാം അവരുടെ റിപ്പോർട്ടുകൾ ക്രെഡിറ്റേഴ്സിനും ഡെപ്റ്റേഴ്സിനും ഒക്കെ സബ്മിറ്റ് ചെയ്യുന്നത്. അതാണ് ടൈംലിനെസ്. ഒരു കൃത്യമായ ടൈമിൽ കൊടുക്കണം. അതാണ് പ്രിൻസിപ്പിൾ ഓഫ് ടൈംലിനെസ്. I conclude my topic. In this class, we discussed about another accounting principles. They are revenue realization, materiality principle, next one consistency, fourth one conservatism, and last one timeliness.